പരിപാടി ഇവിടെ? അത് ശരി. ചായ ഇവിടെ? ഇത് ഞാൻ രാവിലെ പൊല്യൂഷൻ ടെസ്റ്റിന് വേണ്ടി പോയതാണ്. പോയപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ ബൈക്ക് ഏകദേശം 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം കഴിഞ്ഞു. ഞാൻ എല്ലാ 6 മാസവും സാധാരണ പുക ടെസ്റ്റ് നടത്തുന്നത് എല്ലാ വർഷമാണ്. ഇപ്രാവശ്യം മുതൽ ഇപ്പം എൻ്റെ വണ്ടി 10 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് എല്ലാ 6 മാസവും ടെസ്റ്റ് നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ 6 മാസത്തെ കഴിഞ്ഞു, എക്സ്പയർ ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ പുക ടെസ്റ്റ് ചെയ്യാമെന്ന് വരുന്ന വഴിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് അവർ പറയുന്നത് OTP പറയാൻ. ഞാൻ OTP അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ വണ്ടിയും ലൈസൻസും എല്ലാം പരിവാഹൻ എന്നൊരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സെൻറ്ററിൽ പോകുമ്പം അപ്പോൾ അവർക്കൊരു OTP ആ RC ഓണറിൻ്റെ പേരിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്തൊക്കെ മാറ്റമെന്ന് നോക്കിയേ. സമയം കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് ഗ്യാസ് ഏജൻസിന്ന് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആരുടെ പേരിലാണോ ഗ്യാസ് ഉള്ളത് അവരുടെ ആധാറുമായിട്ട് അവിടെ ചെന്നിട്ട് ലിങ്ക് ചെയ്യണം. അപ്പൊ അതാണ് ഇവരും ഈ വണ്ടിയുടെയും ലൈസൻസിനും, ഈ വണ്ടിക്കും വേണം ലൈസൻസിനും വേണം സമയം. അപ്പൊ നമ്മൾ ബാക്കി വണ്ടിയും ചെയ്യണമല്ലോ ഇപ്പൊ ഇങ്ങനെ പുക ടെസ്റ്റിന് മുമ്പ്. അപ്പൊ എല്ലാ ടെസ്റ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് പുക ടെസ്റ്റ് നടത്തുമ്പോഴാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴില്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പനി പോലെ വരും. അപ്പോഴാണ് ഡോക്ടറെ കാണുമ്പോഴാണ് വേറെ രോഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പുക ടെസ്റ്റിന് പോയപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആധാറോ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറോ ലിങ്ക് ചെയ്തോന്ന് നോക്കണം. ആ വാഹന ഉടമസ്ഥൻ അതുപോലെ ലൈസൻസ് ഓണർ അവർ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാലങ്ങളിൽ എല്ലാവർക്കും സമയം ഇന്നലെ തമാശ ഇത് ഞാൻ പറഞ്ഞപ്പം മറ്റേ ഈ ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പം ചോദിക്കുകയാണ്, ഇപ്പൊ എല്ലാവർക്കും എന്ത് ഫോൺ സ്മാർട്ട് ഫോൺ. അതായത് അതല്ല, ഇപ്പൊ പഴയ ആൾക്കാരുടെ കയ്യിലൊക്കെ മറ്റേ നോക്കിയ ഫോൺ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവര് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? പക്ഷെ വേണം. ഇപ്പൊ ഇതിനകത്ത് ഇതൊക്കെ ചില കേസുകളൊക്കെ ഈ ഫൈനൊക്കെ വരുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൈറ്റിൽ കയറി നോക്കണം, നമുക്ക് വല്ല ട്രാഫിക് വയലേഷൻ ഉണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ. നമ്മുടെ പേരിലെ വണ്ടി വല്ലവരുടെ പേരിലായോ? അപ്പൊ ഞാനിപ്പോ ഇത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഞാനിത് എൻ്റെ ഒരു അറിവാണ്. പക്ഷെ പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ ഈ എനിക്ക് അറിവ് നിങ്ങളിലേക്ക് പകരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമെന്നാണ്. ഞാൻ ചോദിച്ചത് RTO ഓഫീസിൽ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സൈറ്റിൽ ഈ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിനകത്ത് ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു RTO ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ആ അക്ഷയ കേന്ദ്രത്തിൽ പോയി ചിലപ്പോൾ നടക്കുമായിരിക്കും. എന്തായാലും ഇതൊരു അനുഭവമാണ്. ഞാൻ ഈ അനുഭവം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ ലിങ്ക് ചെയ്ത് ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എനിക്കറിയുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്ക്രോൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഗൂഗിൾ കയറി പരിവാഹൻ GOVIN സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ പരിവാഹൻ വെബ്സൈറ്റ് ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ആകും. അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ആ പരിവാഹൻ താഴെയുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ വെഹിക്കിളിൻ്റെ ഇൻഫർമേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാലിഡേറ്റ് യുവർ എന്ന് പറഞ്ഞൊരു വരും. ആ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലും എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വളരെ സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ കത്തിച്ചിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കരിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ കയ്ക്കുന്ന രീതിയിലല്ല ഞാൻ കാണിച്ചുതരാം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ പഞ്ചസാര അലിഞ്ഞ് വന്നിരിക്കുന്നത്. ഈ ഒരു കളർ ഉണ്ടല്ലോ, നല്ല എന്താ പറയുന്ന ഒരു കോഫിക്കാലും കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും. ആ ഒരു കളറിൽ എത്തണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കട്ടിയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല. ഇനി നമുക്കിത് തിളച്ച് ഇത് പകുതിയാകുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് തിളപ്പിച്ചെടുക്കുന്നത്. കണ്ട പഞ്ചസാരയൊക്കെ ഇത് അലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. അപ്പം ഞാൻ ജ്യൂസൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ഈ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന്.
ഞാൻ ഇൻസ്റ്റൻ്റായിട്ടും ഈ ഒരു രീതിയിലൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഓറഞ്ച് ഞാൻ ജ്യൂസാക്കി എടുക്കണേ. നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ ഇത്രയും ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര എടുക്കുന്നോ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ജ്യൂസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ ആ ജ്യൂസ് ഒന്ന് അരിച്ച് വേണം എടുക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ എന്താ നമ്മളുടെ ഷുഗർ സിറപ്പ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ റെഡിയാക്കണം എന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നത് ഇപ്പോഴാണ് ഓഫ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ജ്യൂസിലേക്ക് നമുക്ക് ഡേറ്റ്സ് അരിഞ്ഞത് 1/2 കപ്പ്, അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് ഞാനിവിടെ 1/2 കപ്പും, അതുപോലെ തന്നെ കിസ്മിസ് 1/2 കപ്പ്, എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ചെറി ഉണ്ടല്ലോ അതൊരു 1/4 കപ്പ്. അപ്പം നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസിൻസ് കറുപ്പാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കാഷ്നട്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അതവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 3 ഗ്രാമ്പും ഒരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ പട്ട പൊടിച്ചതും പിന്നെ നമ്മളുടെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നട്ട്മെഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. എന്നിട്ട് ഇത് ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തതാണേ. നമുക്ക് 3 മുട്ട വേണം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ടയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു 1.5 മണിക്കൂർ മുൻപ് മുട്ട പുറത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളും എളുപ്പം നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുമ്പോഴേക്ക് മുട്ടയുടെ വെള്ള മാറിക്കിട്ടും, മഞ്ഞ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പം മഞ്ഞ ഒട്ടും വരരുത് കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ളതേ. മുൻപൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി, എന്നിട്ട് വെള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പതച്ചു കൊടുക്കണം കേട്ടോ. ഞാനിതുപോലെ സോപ്പ് പത പോലെ പതഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല കേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കഴിഞ്ഞാൽ താഴേക്ക് വീഴത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കണ്ടോ. നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുമ്പം ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ 3 മഞ്ഞ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ ആ ബീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കഴുകി നല്ലോണം തുടച്ചിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ മുട്ട മഞ്ഞ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണേ. അടിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ പഞ്ചസാരയും ഈ മസാലയുടെയൊക്കെ കൂട്ടുണ്ടല്ലോ നമ്മൾ ഒരുമിച്ചിട്ടല്ലേ പൊടിച്ചെടുത്തത്. അപ്പോൾ കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും യോജിക്കത്തക്ക രീതിയിൽ ബീറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് പഞ്ചസാരയൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റ് വേണേ. അതായത് ഓറഞ്ചിൻ്റെ തോല് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ മുട്ടയുടെ ആ ഒരു മഞ്ഞയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല ഒരു മണമായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കത് വീണ്ടും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കരുത്, മറ്റേത് ഓയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇതിലായിട്ട് എടുക്കാം. അപ്പം ഞാൻ എണ്ണ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കുകയാണ്. അപ്പം എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ മതിയെങ്കിലും അതും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കരുത്. അപ്പം നമുക്ക് എണ്ണ ഇപ്പം ഞാൻ ഫുൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കായിട്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര നമ്മൾ കരിച്ചെടുത്തില്ലേ അതാണ് ഇത്. ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര ഇതുപോലെ കരിച്ചത് ഇതുപോലെ ഒഴിക്കാം. അപ്പോഴേക്കാണ് ആ ഒരു കളർ ചേഞ്ച് ആവണത്. അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആക്കുകയാണെങ്കിൽ കറുത്ത കളറിൽ കിട്ടും. അപ്പം ആ കറുത്ത കളറിൽ നിന്ന് അത്ര ഒരു സുഖം ഉണ്ടാവത്തില്ല, പിന്നെ ചെറിയ കയ്പും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ എടുത്ത് വെച്ച ശേഷം
നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദാമാവാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മെഷർമെൻറ്റിൻ്റെ അളവിലാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതാ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അരിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പം അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്പാച്ചില കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഞാനിങ്ങനെ തിരിച്ചാണ് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇട്ട് സ്പൂൺ കൊണ്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പതപ്പിച്ചെടുത്ത മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, അത് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ പത അങ്ങ് അടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഒരു 6-7 വർഷം മുൻപ് തന്നെ ഇതുണ്ടാക്കിയത് അന്ന് നല്ല ഹിറ്റായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഉണ്ടാക്കിയെന്നും സെയിൽ ചെയ്യാൻ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ്, ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയിരിക്കുന്ന മുട്ടയുടെ വെള്ളയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യമേ റെഡിയാക്കി നമ്മളുടെ അടുത്തൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കാൻ നിന്നപ്പോഴേക്ക് ശരിക്കും എനിക്ക് എന്തോ കാലാവസ്ഥയുടെ ആണോ എന്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളതായിപ്പോയി. ഞാൻ വീഴാൻ പോണത് പോലെ എനിക്ക് അത്ര ക്ഷീണം. ഞാൻ നിസ്സാറിക്കടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ വരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കിത് പൂർത്തീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഞാൻ ആ ഓറഞ്ച് ജ്യൂസ് ഇല്ലാതെ ഇതിലേക്ക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ കാഷ്നട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു സ്റ്റേജിലൊക്കെ ഞാൻ നിന്ന് ഇത് മിക്സ് ചെയ്യുന്നെങ്കിലും എനിക്കൊന്ന് പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നതേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 5-6 വർഷം, 6 അല്ല കേട്ടോ, അതിൽ കൂടുതലായി. എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾ ആവശ്യമുള്ളവർക്ക് നോക്കാമല്ല. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന പേപ്പർ അതായത് കേക്ക് ടിന്നാണ്, ടിന്നല്ലല്ല പേപ്പറിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 1 വർഷത്തിൽ കൂടുതലായി ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 എണ്ണത്തിലേക്കാണ് ഞാനിപ്പോൾ ഇത് മാറ്റുന്നത് കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ അത് വാങ്ങിക്കാൻ പോവുക ഒന്നും ചെയ്തില്ല. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ കേക്ക് റെഡിയാക്കി എടുത്തത്. ഇത് ചെറുതും മറ്റേത് കുറച്ച് വലുതുമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടിൽ തന്നെയാണ് ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്ത്, അതായത് രണ്ടും കൂടി രണ്ട് ഇതിലാക്കി വെച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ വയ്യാത്തത് കൊണ്ടാണ് അതും ഇതുമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയണത്. എന്തായാലും ഇത് നല്ലതുപോലെ വെച്ച ശേഷം അപ്പോൾ ഈ സമയം നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 5 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഓവൻ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ മീതെ കുറച്ച് കാഷ്നട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ടാ. അപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ ഇത് നമ്മൾ പൊങ്ങി വരുമ്പോഴേക്ക് കാഷ്നട്ടൊക്കെ അങ്ങ് അകത്ത് പോവും. അതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ നല്ല രീതിക്ക് ചെയ്യാമെന്ന് കരുതി വരുമ്പം ശരീരം അനുവദിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. കാരണം ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ മാനസികമായും ശരിക്ക് തകർന്നു പോകുന്നൊക്കെ പറയില്ലേ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാല്ലാ ഇത് ഞാൻ ഇനി വേറൊരെണ്ണം കൂടെ ചെയ്തിട്ട് ഞാൻ എൻ്റെ റീൽസിലോ ഷോർട്ടിലോ ഒക്കെ ചെയ്യും. ഞാൻ അങ്ങനെയാണ്, ഒരു കാര്യം എനിക്ക് ചെയ്ത് ആ ഒരു പെർഫെക്ഷൻ എൻ്റെ ഉള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും 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 അത് ചെയ്യും. അതെന്താ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ബേക്കാവുന്ന സമയം ഞാൻ പോയി ഒന്ന് കിടക്കാൻ പോവുകയാണേ. അവളുടെ മഫ്ത ഇട്ട് കൊടുത്തിരിക്കുന്ന ആർക്കുന്നുണ്ടാ, എന്നെ കൊണ്ട് ഇടിയിച്ചതാണ്. എടുത്തോണ്ട് വന്ന് സനക്കുട്ടിക്ക് ഉടുപ്പിന് നീളം ഇല്ലെങ്കിലും തലേ തൊപ്പിയുണ്ട്. ബേബിയെ കാണിച്ചു കൊടുക്കണേ എങ്ങനെയാ നിസ്കരിക്കുന്നതെന്ന്. മുസലയിലിരിക്കെ കിടത്തി അവളെ. ആദ്യം അങ്ങ് സുജൂതി കൊണ്ടുപോവാ. ഓക്കെ
സനക്കുട്ടി വന്നോ നിസ്കരിക്കാം ബാ. നോക്കിയേ നിസാർക്കയുടെ തൊപ്പിയ ആര് വെച്ചിരിക്കുന്നു, എന്നിട്ട് അവളുടെ മഫ്ത എടുത്തിട്ടിരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണോ നിസ്കരിക്കുന്നത്? ഓ തുണി വെക്കാതെ. എന്തേലും കഴിക്കാൻ കൊടുക്കാൻ അവക്ക്. സനക്കുട്ടി A4. ആ സനക്കുട്ടി സനക്കുട്ടി A4. ഇങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്ക. A4. B4. ഞമ്മ. B4 ഞമ്മ. എന്തോ ഞം. C4. ഇതാര് മോളെ സനക്കുട്ടി? ഇതാര്? സനക്കുട്ടിക്ക് വാപ്പ ഇഷ്ടാണ? ഇഷ്ടാണ? വാപ്പ ഇഷ്ടാണ? ആ ആ വാപ്പയുടെ തൊപ്പിയാണെന്ന് പറ. പപ്പക്കൊരു ഉമ്മ തന്നു. പപ്പക്കൊരു ഉമ്മ തന്നാ വെക്കും. കെട്ടിപ്പിടിച്ചോട്. കെട്ടിപ്പിടിക്കണ ഈ കയറി വരണം. ആ എനിക്ക് വയ്യ. തുരു 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 തുരേ ഉമ്മ കൊടുക്ക. ആണാ മഫ്ത ഏകതാ വലിച്ചപ്പ വാപ്പയുടെ തൊപ്പി അങ്ങ് തന്നു. ഓ അതിട്ട് കൊടുക്കാനോ? അപ്പോൾ ഞാൻ നിസ്കരിച്ച് ഞാൻ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്ക് സംഭവം ഓഫായിരിക്കായിരുന്നു കേട്ടോ. അപ്പം എന്താ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലം കേക്കൊന്നും അന്ന് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് കഴിക്കുന്നതിനേക്കാളും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലം കേക്ക്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയാണേ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു പ്ലം കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭാവം കൂടി ഞാൻ കാണിച്ചു തരാം. ശരിക്കും നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മളെല്ലാം ആദ്യമേ എല്ലാം നമുക്ക് മുൻപിൽ എടുത്തു വെച്ച ശേഷം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിലുണ്ടല്ലോ അധികം സമയം എടുക്കത്തേയില്ല. പിന്നെ പലർക്കും ഒരു സംശയം വരും, ഇത് ഓവൻ ഇല്ലാത്തവരെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. അത് നിങ്ങൾ പാനിലും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമേ. അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒട്ടും സുഖമില്ലാതിരിക്കുകയാണ്. സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു തളർച്ച പോലെ. ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. എപ്പോഴും നമ്മുടെ ആരോഗ്യം നല്ലതായിട്ട് ഇരിക്കുന്നതൊന്നും വരത്തില്ലല്ലോ. ഇത് ഞാൻ പണി തുടങ്ങിയും പോയി കണ്ടോ. നട്ട്സൊക്കെ അടിയിൽ കുറച്ചുണ്ടെങ്കിലും ഇടയിലും ഉണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കേക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണേ. അപ്പം ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ. എന്തിനാണ് നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല വിശേഷവും വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.